കേരളത്തിൽ ഒരു മാസം കേന്ദ്രം നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ 1,18,754 മെട്രിക് ടണ്ണാണ്. അതിൽ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നത് 69,831 മെട്രിക് ടൺ അരിയും 15,629 മെട്രിക് ടൺ ഗോതമ്പുമാണ്. പിന്നെ ടൈഡ് ഓവറിൽ കൊടുക്കുന്നത് 33,294 മെട്രിക് ടൺ ആണ് കൊടുക്കുന്നത്. അത് 2022 ജൂൺ വരെ ഈ 33,294 മെട്രിക് ടൺ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തായിരുന്നു കൊടുത്തിരുന്നത്. 26,835 മെട്രിക് ടൺ അരിയും 6,459 മെട്രിക് ടൺ ഗോതമ്പുമായിരുന്നു. 2022 അതിന് മുമ്പ് തൊട്ട് തന്നെ കേരളത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിൽ ഗോതമ്പല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, അരിയാണ്. അതുകൊണ്ട് ഈ ഗോതമ്പ് കൂടി അരിയാക്കി തരണമെന്ന് 2022 ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി, അതായത് 26,000 പിന്നെ 26,835 പിന്നെ 6,459 അത് രണ്ടും അരിയാക്കി, ഗോതമ്പ് എന്നുള്ളത് അരിയാക്കി. ഇപ്പോൾ ഗോതമ്പിന് വില കുറവും അരിക്ക് വില കൂടുതലുമാണെങ്കിൽ അത് കേരളം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈഡ് ഓവറിൽ കൊടുക്കുന്നത്, അരി കൊടുക്കുന്നത് 8 രൂപ 30 പൈസയ്ക്കാണ്. ടൈഡ് ഓവറിൽ കേന്ദ്രം കൊടുക്കുന്നത് 8 രൂപ 30 പൈസയ്ക്കാണ്. അത് കേരളത്തിൽ അത് വ്യത്യസ്തമായിട്ടുള്ള നിരക്കിൽ കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. 10 രൂപ 90 പൈസയ്ക്ക് APLകാർക്കും അതുപോലെ തന്നെ മറ്റ് കാർഡുകാർക്കും. അതിൻ്റെ വിശദീകരണം ഞാൻ പറയാം. യെല്ലോ കാർഡുകാർക്ക് 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ഓരോ ഫാമിലിക്കും, അത് 5.9 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പ് എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ പിങ്ക് കാർഡുകാർക്ക് അത് കൊടുക്കുന്നത്, അത് 36 ലക്ഷം കുടുംബങ്ങളുണ്ട്, അവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. 5 കിലോ അരി കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഏതാണ്ട് 42 ലക്ഷം, 41.9 ലക്ഷം അത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. കേന്ദ്രം കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ്. പിന്നെ ഇവിടുത്തെ സർക്കാർ ബ്ലൂ കാർഡുകാർ 22 ലക്ഷം ഉണ്ട്, അവർക്ക് 4 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്. അതായത് 8 രൂപ 30 പൈസയ്ക്ക് എടുത്തിട്ട് 4 രൂപയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് 22 ലക്ഷം ആൾക്കാർക്ക്. വൈറ്റ് കാർഡിൽ 30,26,782 കുടുംബങ്ങൾക്ക് 10 രൂപ 90 പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതായത് 8 രൂപ 30 പൈസയുടെ അരി അത് കുറച്ച് കൂട്ടർക്ക് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് അത് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ്. അതിൻ്റെ അകത്തുനിന്ന് കേരള സർക്കാരിനൊന്നും കൂടുതലായിട്ട് കിട്ടാനില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, പിന്നെ ഇത് കൂടാതെ ഇപ്പോൾ ഒരു നമ്മുടെ ഓണം പോലെയുള്ള അവസരങ്ങളിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് 6 മാസത്തേക്കുള്ള അരി അഡ്വാൻസ് ആയിട്ട് എടുക്കാം, 1 പൈസ പോലും കൊടുക്കണ്ട. 6 മാസത്തെ അരി 1 പൈസ പോലും കൊടുക്കാതെ അഡ്വാൻസ് ആയിട്ട് എടുത്ത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതും പോരായെങ്കിൽ ഈ എക്സ്റ്റൻഡ് പോളിസി ഗൈഡ് ലൈൻസ് അനുസരിച്ച് 22 രൂപ 50 പൈസയ്ക്ക് സബ്സിഡൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ തുടങ്ങിയത് 2017 തൊട്ട് കൊടുക്കുന്നതാണ്. 22 രൂപ 50 പൈസയ്ക്ക് സംസ്ഥാന സർക്കാരിന് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഉത്സവ അവസരങ്ങളിൽ ഇത് രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. 6 മാസത്തേക്കുള്ള അരി അഡ്വാൻസ് എടുത്തിട്ട് വിതരണം ചെയ്യാം ആവശ്യത്തിന്. അതല്ല എങ്കിൽ
അത് പോരായെങ്കിൽ 22.5 രൂപയ്ക്ക് എടുത്തിട്ട് സബ്സിഡി ആയിട്ട് എടുത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇനി ഈ അരിയിൽ ഇപ്പോൾ പറഞ്ഞ ഈ അരിയിൽ അത് മുഴുവൻ മോഡി അരിയാണ്, നരേന്ദ്ര മോഡി അരിയാണ്. അതിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. ഒരു മണി പോലും പിണറായി വിജയൻ്റെ അരിയില്ല. ഈ കേരളത്തിൽ കൊടുക്കുന്ന റേഷനിലെ മുഴുവൻ അരിയും മോഡി അരിയാണ്. ഇനി നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ വേണ്ടിയാണ്. പിണറായി വിജയൻ്റെത് ഒരു മണി പോലുമില്ല. അത് മാത്രമല്ല, ഇനി വേണമെങ്കിൽ 6 മാസത്തെ അഡ്വാൻസ് ആയിട്ട് എടുക്കാം. ഇനി 22.5 രൂപയ്ക്ക് എടുത്തിട്ട് നിങ്ങളുടെ കുറച്ച് സബ്സിഡി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് മുഴുവൻ ഞങ്ങളുടെയാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നല്ലൊരു ഉത്സവ അവസരത്തിലും നമ്മളെന്തിന് പരാതി പറയണം? ഞങ്ങളത് വിളിച്ചു പറയുന്നില്ലല്ലോ. എല്ലാ ഉത്സവ അവസരത്തിലും ഞങ്ങൾക്ക് വേണമെന്ന് പറയാമല്ലോ, അല്ലെ എല്ലാ ദിവസവും പറയാമല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന അരി ഞങ്ങൾ സൗജന്യമായിട്ട് തരുന്നു. ഇത് ജനങ്ങളുടെ അവകാശമാണ്.